അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ അധ്യക്ഷൻ ബഷീർ മൗലവി പാങ്ങ്, സ്വാഗതം പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനും ജിദ്ദയിലെ KMCC പ്രസ്ഥാനത്തിൻ്റെ മുൻനിര പ്രവർത്തകനും ഞങ്ങളുടെ അനീക്കസ് KMCCയുടെ സെക്രട്ടറിയുമായ പ്രിയപ്പെട്ട മുജീബ്, ഏറെക്കാലം ജിദ്ദയിൽ മത പ്രബോധന സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ ഗ്രന്ഥകാരനും കോളമിസ്റ്റും പ്രഭാഷകനുമായ പ്രിയപ്പെട്ട TH ദാരിമി അടക്കമുള്ള ഈ ഗ്രൂപ്പിലുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, KMCCയുടെ നേതാക്കന്മാർ, പാർട്ടിയുടെ പ്രവർത്തകരും ഗുണകാംക്ഷികളും അഭ്യുതകാംക്ഷികളുമായ പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാങ്ങ് GCC KMCC ഈ മഹത്തായ സുദിനത്തിൽ മുസ്ലിം ലീഗിൻ്റെ 77ാം സ്ഥാപക ദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി വാട്സാപ്പ് ഗ്രൂപ്പിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഇടപെടുന്നവരും കേൾക്കുന്നവരും സംസാരിക്കുന്നവരുമായ ആളുകൾ ഒരുപക്ഷെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളായിരിക്കും. നാട്ടിലുള്ളവരും വിവിധ അറബ് ഗൾഫ് രാജ്യങ്ങളിലുള്ളവരും അതുപോലെ മറ്റു രാജ്യങ്ങളിലുള്ള മുസ്ലിം ലീഗിൻ്റെ ഗുണകാംക്ഷികരും സഹയാത്രികരുമായ ആളുകളാണ് ഈ ഗ്രൂപ്പിൽ ഉണ്ടാകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ഇന്ന് മാർച്ച് 10 മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ തന്നെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിച്ച, ചരിത്രത്തിലെ ഒരു പുതിയ ഗതിമാറ്റത്തിന് ധീരന്മാരായ നമ്മുടെ സമുന്നതരായ ദീർഘദർശികളും പൂർവസൂരികളുമായ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ നായകത്വം വഹിച്ച ഒരു സുദിനമാണ് ഇന്ന്. മാർച്ച് 10 നമുക്കറിയാം, 1948 മാർച്ച് 10 സ്വതന്ത്ര ഇന്ത്യയിൽ മുസ്ലിം ലീഗ് വീണ്ടും പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ചരിത്രത്തിലെ അതിനിർണായകമായ തീരുമാനം മഹാനായ ഖായിദ് അംലത്ത് മുഹമ്മദ് ഉസ്മാൻ സാഹിബിന്റെ നായകത്വത്തിൽ എടുത്തത്. ലോകമെങ്ങുമുള്ള മുസ്ലിം ലീഗ് അനുഭാവികൾ വളരെ ആനന്ദത്തോടും വളരെ ആഹ്ലാദത്തോടുമാണ് ഇന്ന് ഈ സുദിനത്തെ ആചരിക്കുന്നത്. 1948 മാർച്ച് 10 മദിരാസിയിലെ രാജാജി ഹാളിൽ ഒത്തുകൂടിയ സ്വതന്ത്ര ഇന്ത്യയിലെ വിഭജനാനന്തരം ഉള്ള ഇന്ത്യയിലെ അവശേഷിക്കുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ കൗൺസിലർമാരിൽ വിഭജനാനന്തരം ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ദേശീയ കൗൺസിലർമാരുടെ യോഗമാണ് 1948 മാർച്ച് 10 മദിരാസിയിലെ മാർച്ച് 10 മുസ്ലിം ലീഗിന്റെ സ്ഥാപക ദിനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ചരിത്രത്തിലെ അതിൻ്റെ മുമ്പുള്ള ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. നമുക്കറിയാം, നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ചരിത്രപ്രസിദ്ധമായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ചരിത്രത്തിലെ ഒരു നിർണായകമായ ചരിത്ര സംഭവമായിരുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വൈദേശിക ആധിപത്യത്തിനെതിരെ രൂക്ഷവും ശക്തവുമായ പോരാട്ടം നടത്താൻ, ആ പോരാട്ടത്തിന് തന്നെ തുടക്കം കുറിച്ചതും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഏകാധിപത്യ സർവാധിപത്യ ഭരണത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി ശബ്ദമുയർത്തിയതും പ്രതിരോധം തീർത്തതും ഇന്ത്യയിലെ മുസ്ലിങ്ങളായിരുന്നു. നമുക്കറിയാം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് ബഹദൂർ ഷയുടെ നേതൃത്വത്തിലുള്ള, അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷയുടെ നേതൃത്വത്തിലുള്ള ഒരു പോരാട്ടമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമായി ഇന്നും ചരിത്രം കണക്കാക്കി പോരുന്നത്. ഞാനതിൻ്റെ വിശാലമായ ചരിത്ര സംഗതികളിലേക്കൊന്നും പോകുന്നില്ല. 1757 പ്ലാസി യുദ്ധത്തിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഭരണാധികാരത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന രീതിയിൽ ബ്രിട്ടീഷുകാർ അങ്ങനെ ഒരു മുന്നേറ്റം നടത്തിയത്. ബ്രിട്ടീഷുകാരുടെ ആധിപത്യം തുടങ്ങുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ
ആധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിൻ്റെ അവസാനം കുറിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് തകിടം മറിച്ചുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ മുന്നേറ്റമുണ്ടായത്. ഞാനതിൻ്റെ ചരിത്ര സംഭവങ്ങളിലേക്കൊന്നും ഈ സമയത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. സുദീർഘമായ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് അവസാനം കുറിച്ചുകൊണ്ടാണ് 1947 ആഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യം നേടുന്നത്. സ്വാതന്ത്ര്യം വിഭജനത്തിൽ കലാശിക്കുന്ന ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥാവിശേഷം ഉണ്ടായപ്പോൾ നമുക്കറിയാം, സർവേന്ത്യ മുസ്ലിം ലീഗ് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു. 1947 ആഗസ്റ്റ് 15 അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടു മുമ്പ് സ്വാതന്ത്ര്യത്തിലേക്ക് രാജ്യം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൗർഭാഗ്യകരമായ വിഭജനത്തിന് ആസ്പദമായ സംഭവ വികാസങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായി വന്നത്. അപ്പോൾ സ്വാഭാവികമായും അവസാനം ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിൽ രാജ്യം സ്വാതന്ത്ര്യം നേടുകയും അതോടൊപ്പം രണ്ട് രാഷ്ട്രം എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായി സർവേന്ത്യ, നമുക്കറിയാം പാകിസ്ഥാൻ എന്ന പുതിയ മറ്റൊരു രാഷ്ട്രം വരുന്നു, ഇന്ത്യ എന്നൊരു രാഷ്ട്രം വരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന മുസ്ലിം ലീഗിൻ്റെ കൗൺസിൽ, അതിൻ്റെ അവസാനത്തെ കൗൺസിൽ യോഗം 1947 ഡിസംബർ മാസത്തിൽ കറാച്ചിയിൽ വെച്ച് ചേരുകയാണ്. ആ കറാച്ചിയിൽ വെച്ച് ചേർന്ന മുസ്ലിം ലീഗിൻ്റെ സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ സമാപന കൗൺസിലിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്ന് പോയ ഇന്ത്യക്കാരായ മുസ്ലിം ലീഗ് നേതാക്കന്മാരിൽ പ്രമുഖൻ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, KMCC സാഹിബ് അടക്കമുള്ള നേതാക്കന്മാരാണ്. കറാച്ചിയിൽ വെച്ച് ചേർന്ന 2 ദിവസത്തെ ആ യോഗത്തിൻ്റെ അവസാനത്തെ തീരുമാനമാണ് മുസ്ലിം ലീഗ് പാർട്ടി ഇന്ത്യയിലെ മുസ്ലിം ലീഗിന് വേണ്ടി അതിൻ്റെ സംഘാടനവും മറ്റു കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ കൺവീനറായി തിരഞ്ഞെടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും നിങ്ങളൊക്കെ കേട്ടതാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിനുശേഷമാണ്, ആ യോഗം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് ശേഷമാണ് മദ്രാസിയിൽ മുസ്ലിം ലീഗിൻ്റെ ഇന്ത്യയിൽ അവശേഷിക്കുന്ന മുസ്ലിം ലീഗ് ദേശീയ കൗൺസിലർമാരുടെ യോഗം വിളിക്കാനുള്ള തീരുമാനവുമായി ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് 1948 മാർച്ച് 10 മദ്രാസിയിൽ മുസ്ലിം ലീഗിൻ്റെ യോഗം വിളിച്ചു ചേർക്കുന്നത്. അന്നത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര സ്വാതന്ത്ര്യം പിറന്ന തൊട്ടു പിന്നാലെയുള്ള ഇന്ത്യയിലെ അന്നത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക സാഹചര്യങ്ങളൊക്കെ കുറിച്ച് നമ്മളൊരു പഠനം നടത്തുമ്പോഴാണ് മുസ്ലിം ലീഗ് രൂപീകരണത്തിൻ്റെ ചരിത്ര പ്രാധാന്യവും മുസ്ലിം ലീഗ് രൂപീകരണത്തിൻ്റെ ചരിത്ര പ്രാധാന്യവും മറ്റു കാര്യങ്ങളും നമുക്ക് ബോധ്യപ്പെടുക. 1948 മാർച്ച് 10 മുസ്ലിം ലീഗിൻ്റെ യോഗം വിളിക്കാൻ തീരുമാനിച്ചപ്പോൾ യോഗം ചേരാനുള്ള ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിന് പോലും വിലക്കുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. യോഗത്തിൻ്റെ മുമ്പായി നമുക്കറിയാം, ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ബ്രിട്ടീഷുകാരനായ മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. മൗണ്ട് ബാറ്റൻ പ്രഭു സങ്കീർണമായ ആ സാഹചര്യത്തിൽ മഹാനായ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ കാണാൻ വേണ്ടി മദ്രാസിൽ വരുന്ന ചരിത്ര സംഭവങ്ങളൊക്കെ ഉണ്ട്. മദ്രാസിയിൽ വന്നുകൊണ്ട് മൗണ്ട് ബാറ്റൻ പ്രഭു, വിഭജനത്തിന് കാർമ്മികത്വം വഹിച്ച മൗണ്ട് ബാറ്റൻ പ്രഭു മഹാനായ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ തേടി മദ്രാസിൽ വരുന്നു. മദ്രാസിയിലെ ഗവർണറുടെ ബംഗ്ലാവിൽ വെച്ച് മൗണ്ട് ബാറ്റനും ഖായിദ് മില്ലത്തും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നു. അവിടെ വെച്ച് മൗണ്ട് ബാറ്റൻ ഖായിദ് മില്ലത്തിനോട് അഭ്യർത്ഥിക്കുന്നു, താങ്കൾ മുസ്ലിം ലീഗ് രൂപീകരണ പ്രവർത്തനങ്ങളും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുമായുള്ള ഈ പ്രവർത്തനം അവസാനിപ്പിക്കണം. മുസ്ലിം ലീഗിൻ്റെ താങ്കൾ വിളിച്ചു ചേർത്ത മുസ്ലിം ലീഗിൻ്റെ യോഗം മാറ്റിവെക്കണമെന്നാണ് ഖായിദ് മില്ലത്തിനോട് മൗണ്ട് ബാറ്റൻ പ്രഭു ആവശ്യപ്പെടുന്നത്. അവിടെ വെച്ച് ഖായിദ് മില്ലത്തും മൗണ്ട് ബാറ്റനുമായി നടന്ന സുദീർഘമായ സംഭാഷണമുണ്ട്. വളരെ കർക്കശത്തോടു കൂടി ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, ഈ യോഗം മാറ്റിവെക്കാനുള്ള അധികാരം, മുസ്ലിം ലീഗ് രൂപീകരിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്ത ഈ യോഗം മാറ്റിവെക്കാനുള്ള അധികാരം എനിക്കില്ല, ഞങ്ങൾ യോഗ നടപടികളുമായി മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ രൂപീകരണ യോഗം നടക്കുന്നത്. അതിൻ്റെ മറ്റ് സുദീർഘമായ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ ഇനി ഇവിടെ സംസാരിക്കുന്ന ആളുകൾ പറയാൻ സാധ്യതയുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അങ്ങനെയാണ് 1948 മാർച്ച് 10 മദ്രാസിയിലെ ചരിത്രപ്രസിദ്ധമായ രാജാജി ഹാളിൽ ആ യോഗം ചേർന്നത്. സാന്ദർഭികമായി മറ്റൊരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. 2023 മാർച്ച് 10
മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന്റെ 75-ാം വാർഷികം നടക്കുന്ന സമയത്താണ് അതേ രാജാജി ഹാളിൽ അന്ന് ഖായിദമില്ലത്തും സീതി സാഹിബും മഹാരഥന്മാരായ നേതാക്കന്മാർ അസ്രത്ത് മഹാനിയെ അടക്കമുള്ള ആളുകൾ ഒത്തുകൂടിയ ആ മഹാസമ്മേളനം നടന്ന അതേ സ്ഥലത്ത് തന്നെയാണ് 2023 മാർച്ച് 10-ന് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ജൂബിലി സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഈ വിനീതനും സൗദി അറേബ്യയിലെ KMCCയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ യോഗത്തിൽ പങ്കെടുക്കാനുള്ള അനുമതി അവസരം ഈ വിനീതനും കിട്ടിയ സന്തോഷം കൂടി ഈ ധന്യ മുഹൂർത്തത്തിൽ ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്. അങ്ങനെ 48 മാർച്ച് 10-നാണ് മദ്രാസിയിൽ യോഗം ചേർന്നത്. ആ യോഗത്തിൽ സുദീർഘമായ ചർച്ചകളുണ്ടായി, വാദപ്രതിവാദങ്ങളുണ്ടായി. നമുക്കറിയാം, ജീവിതകാലം മുഴുവൻ മുസ്ലിം ലീഗിന് വേണ്ടി പോരാടി മുസ്ലിം ലീഗ് പാർട്ടിയെ നെഞ്ചേറ്റിക്കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടങ്ങളിൽ ദീർഘമായ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടങ്ങൾക്ക് പോലും നായകത്വം വഹിച്ച ഈ രാജ്യത്തെ തന്നെ വിശ്വപ്രസിദ്ധനായ മഹാകവിയൊക്കെയായി ദേശീയ തലത്തിൽ ഏറെ അറിയപ്പെട്ട മൗലാന അസ്രത്ത് മൊഹാനി അടക്കമുള്ള നേതാക്കന്മാർ മാർച്ച് 10-ലെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അസ്രത്ത് മൊഹാനി പോലും തൻ്റെ ജീവിതത്തിന്റെ 90% കാലവും സ്വാതന്ത്ര്യ സമരത്തിനും മുസ്ലിം ലീഗ് പ്രവർത്തനത്തിനും നേതൃത്വം കൊടുത്ത അസ്രത്ത് മൊഹാനി പോലും ആ യോഗത്തിൽ വെച്ച് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നതിനെതിരെയാണ് സംസാരിച്ചത് എന്ന ചരിത്ര വസ്തുത നമ്മൾ വിലയിരുത്തുമ്പോഴാണ് മഹാനായ ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും KMCC സാഹിബ് അടക്കമുള്ള നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ അന്നു കാണിച്ച അസാമാന്യമായ ധീരതയുടെ, അസാമാന്യമായ നെഞ്ചുറപ്പിന്റെ, നിലപാടിന്റെ ഒരു മഹത്വം നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അസ്രത്ത് മൊഹാനി അദ്ദേഹത്തിന്റെ, നമുക്കറിയാം, വിഭജനാനന്തര ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ചരിത്രത്തിൽ വായിച്ചു പഠിച്ചതാണ്. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത, അത്ര സമാനതകളില്ലാത്ത അഭയാർത്ഥി പ്രവാഹം നടന്നത് വിഭജനാനന്തര ഇന്ത്യയിലായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് അഭയാർത്ഥികളായി പോയത്. അവിടെ നിന്നും സമാനമായ രീതിയിൽ അഭയാർത്ഥികളായി തിരിച്ചു വന്ന ആളുകളുണ്ടായിരുന്നു. ഈ അഭയാർത്ഥി പ്രവാഹത്തിന് ഇടയിലാണ് ലോക ചരിത്രത്തിലെ കേട്ടുകേൾവിയില്ലാത്ത കൂട്ടക്കുരുതികൾ സംഭവിച്ചത് എന്ന് ഈ സമയത്ത് നമ്മൾ സാന്ദർഭികമായി ഓർക്കേണ്ടതാണ്. ഭയാനകരമായ പർവ്വത സമാനമായ വെല്ലുവിളികൾ മുന്നിൽ നിൽക്കുന്ന സമയത്താണ് 948 മാർച്ച് 10-ന് നമ്മുടെ ചരിത്രപ്രസിദ്ധമായ മുസ്ലിം ലീഗിന്റെ രൂപീകരണ സമ്മേളനം ചെന്നൈയിലെ രാജാജി ഹാളിൽ നടക്കുന്നത്. അവിടെ വെച്ച് ദീർഘമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം മഹാനായ ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അടക്കമുള്ള നേതാക്കന്മാരുടെ ശക്തമായ നിലപാടിന് പിന്തുണ വർദ്ധിക്കുകയും ആ നിലപാടിന്റെ അന്നത്തെ തീരുമാനപ്രകാരമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ മുസ്ലിം ലീഗ് പ്രവർത്തിക്കാനുള്ള ചരിത്രപ്രസിദ്ധമായ തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനവുമായി നമ്മുടെ നേതാക്കന്മാർ മുന്നോട്ട് പോവുകയും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ പ്രയാണം നടത്തുകയും മുസ്ലിം ലീഗ് ഇന്ത്യയിൽ വീണ്ടും പ്രവർത്തിക്കാൻ പോകുന്നു എന്ന മഹത്തായ സന്ദേശം ജനങ്ങളിലേക്ക് കൈമാറുകയും ചെയ്തു. അതിനുശേഷം നമുക്കറിയാം, മുസ്ലിം ലീഗ് ഏറ്റവും ശക്തമായി മുസ്ലിം ലീഗിന്റെ ഹരിത പതാകക്ക് പിന്നിൽ ജനങ്ങൾ അണിനിരന്നത് പ്രത്യേകിച്ചും തമിഴ്നാട്ടിലും കേരളം അടക്കമുള്ള പ്രദേശങ്ങളിലാണ്. നമുക്കറിയാം, അസ്രത്ത് മഹാനിയെ പോലുള്ള നേതാക്കന്മാർ വന്ന സംസ്ഥാനങ്ങളിൽ അന്ന് മുസ്ലിം ലീഗിന് സ്വാതന്ത്ര്യത്തിനു മുമ്പ് മുസ്ലിം ലീഗിന് ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗിന് ഭരണപരമായ പങ്കാളിത്തം പോലും ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളായിരുന്നു. ഇവിടെ നമ്മൾ ഈ രൂപീകരണ സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങളെക്കാളേറെ 10 മടങ്ങ് മുസ്ലിം ജനസംഖ്യയുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും അന്ന് വന്ന പല നേതാക്കന്മാർ അന്നത്തെ ചില സാഹചര്യങ്ങൾ, അവരുടെ പ്രയാസകരമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനി മുസ്ലിം ലീഗുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ മുസ്ലിം ലീഗ് നേതാക്കന്മാരാണ് അന്ന് മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് ആധാരമായ നിലപാടുകൾ എടുത്തത്. ഇന്ന് നമ്മൾ 77 വർഷം പിന്നിടുമ്പോൾ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മഹാനായ ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൽ നിന്ന് KMCC സാഹിബ് അടക്കമുള്ള മഹാരഥന്മാരായ നേതാക്കന്മാരിൽ നിന്ന് ഹരിത പതാക ഏറ്റുവാങ്ങിയ ജനവിഭാഗം
അന്തസ്സോടും അഭിമാനത്തോടും മുസ്ലിം ലീഗിന്റെ രൂപീകരണ ഘട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച മുസ്ലിം ലീഗിന്റെ സംഘടനാപരമായ അതിന്റെ പ്രഖ്യാപിത നിലപാട്, പ്രഖ്യാപിത മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അഭിമാനകരമായ നിലനിൽപ്പാണ്. ഓണറബിൾ എക്സിസ്റ്റന്റ് എന്നാണ് മഹാനായ ഖായിദുൽ മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിത മുദ്രാവാക്യമായി പറഞ്ഞത്. അന്ന് ഖായിദുൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൽ നിന്നും പൂർവ്വസൂരികളായ നേതാക്കന്മാരിൽ നിന്നും ഹരിത ചന്ദ്രാങ്കിത ഹരിത പതാക ഏറ്റെടുത്ത സമൂഹം ഇന്ന് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അഭിമാനത്തോടുകൂടി, ഐക്യത്തോടുകൂടി, അന്തസ്സോടുകൂടി ഇവിടുത്തെ മുഖ്യധാരയുടെ ഭാഗമായി മുന്നിൽ മറ്റെല്ലാ പൗരന്മാരുടെയും പോലെ അവകാശബോധമുള്ള, അഭിമാനബോധമുള്ള പൗരന്മാരായി ജീവിക്കുമ്പോൾ അന്ന് മുസ്ലിം ലീഗ് വേണ്ട എന്ന് പറഞ്ഞ് ഇനി മുസ്ലിം ലീഗുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു പോയ ആളുകളുടെ പിന്മുറക്കാർ അവരുടെ പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി പൂർവീകർ പടുത്തുയർത്തിയ അവരുടെ മഹത്തായ ആരാധനാലയങ്ങൾ പോലും ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അത്തരം ഘട്ടങ്ങളിലൊന്നും അതിന് ചോദിക്കാനും പറയാനും സംഘടിത സംവിധാനങ്ങളില്ലാതെ നിൽക്കുന്ന ദുഃഖകരമായ ഒരു സാഹചര്യം അവശേഷിക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് തന്നെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ സംഘടനാ സംവിധാനത്തിൻ്റെയും അതുപോലെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രംഗങ്ങളിലെ ഇടപെടലിൻ്റെയും ഭരണ പ്രാതിനിധ്യത്തിൻ്റെയും പാർലമെന്ററി പ്രാതിനിധ്യമൊക്കെ നേടിയെടുത്തുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിലും രാജ്യസഭയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭകളിൽ പോലും ഇടപെട്ടുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു എന്നതാണ്. മുസ്ലിം ലീഗ് എന്തു നേടി എന്ന് ചോദിക്കുന്ന ആളുകളോട് നമുക്ക് പറയാൻ കഴിയാവുന്ന ഏറ്റവും വലിയ സംഗതി, ഒന്നാമതായി രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മഹാനായ ഖായിദുൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അടക്കമുള്ള നേതാക്കന്മാരുടെ ഇടപെടൽ കൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ന് BJP ഭരിക്കുമ്പോഴും ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനയിൽ ആലേഖനം ചെയ്യപ്പെട്ടുള്ള ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അഭിമാനകരമായ നിലനിൽപ്പിന് ആവശ്യമായ ഭരണഘടന ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും അവകാശങ്ങളും നിയമങ്ങളും നേടിയെടുക്കുവാൻ ഈ രാജ്യത്ത് കഴിഞ്ഞത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയപരമായ ഇടപെടലുകളുടെ നേട്ടമായി നമുക്ക് കാണാൻ കഴിയും. പിന്നീടുള്ള പാർലമെന്റുകളിൽ, രാജ്യസഭകളിൽ, സംസ്ഥാന നിയമസഭകളിലൊക്കെ മുസ്ലിം ലീഗ് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ജൈത്രയാത്രകൾ നമ്മുടെ നിയമനിർമ്മാണ രംഗത്തും നമ്മുടെ അവകാശ സംരക്ഷണ രംഗത്തും മറ്റൊരുപാട് മേഖലയിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സുദീർഘമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം 1948 മാർച്ച് 10 മഹാരഥന്മാരായ നേതാക്കന്മാർ നമുക്ക് കൈമാറിയ ഈ മഹത്തായ പതാക സംരക്ഷിക്കുക, അത് തലമുറകളിലേക്ക് കൈമാറുക, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ഈ ആശയവും ഈ ആദർശവും വരും തലമുറകളിലേക്ക് കൈമാറാനുള്ള സന്നദ്ധതയാണ് നമ്മൾ ഈ സ്ഥാപക ദിനത്തിൽ പ്രഖ്യാപിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാങ് KMCC ജീവകാരുണ്യ സേവന പ്രവർത്തന രംഗങ്ങളിൽ വലിയ എണ്ണമറ്റ സംഭാവനകൾ നൽകിയ, വലിയ കോടികളുടെ തന്നെ സംഭാവന ചെയ്തുകൊണ്ട് നാട്ടിലും സംഘടനാ രംഗത്തുമൊക്കെ വലിയ സമർപ്പണം നടത്തിയ പാങ് KMCC മുസ്ലിം ലീഗിന്റെ ഈ സ്ഥാപക ദിനത്തിൽ മുസ്ലിം ലീഗുകാർക്ക് മുസ്ലിം ലീഗിനെ തിരിച്ചറിയാനുള്ള ചർച്ചകളും സംസാരങ്ങളുമൊക്കെ തുടങ്ങി വെക്കുന്ന ഈ ധന്യ മുഹൂർത്തത്തിന് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.